പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം വേർതിരിച്ചവരാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. എന്തിനാ വിളിച്ചത്? നിങ്ങളെ വിളിച്ചവനുണ്ട്. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. നമ്മൾ സ്വന്തം ജനമാട്ടോ, വിശുദ്ധ വംശമാട്ടോ, തിരഞ്ഞെടുക്കപ്പെട്ടവരാട്ടോ, ചോസൻ ജനറേഷനാട്ടോ. അവർക്ക് പോകാനില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിന് പോകാനുണ്ട്. ബേർശേബയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നാം അറിയണം, ബേർശേബയ്ക്ക് എന്ത് നഷ്ടപ്പെടാൻ? ഒരു ഭടന്റെ ഭാര്യയെ അവതേ ഉള്ളൂ. പക്ഷെ ദാവീദേ മോനെ, നിന്റെ മേൽ അഭിഷേകം വന്നവനാണ്, നിനക്ക് നഷ്ടപ്പെടാനുണ്ട്. നീ അലസമായി ഉലാവേണ്ടവനല്ല. ദാവീദ് മട്ടുപ്പാവിൽ കയറി ചുമന്ന് ഉലാവി, ഉറങ്ങണ്ടാത്ത സമയത്ത് കിടന്ന് ഉറങ്ങി. ഏതെല്ലാം കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ടല്ല നാം ആരും കുഴിയിൽ ചെന്ന് വീഴുന്നത്. ആത്മീയ കുഴിയിൽ അങ്ങനെ വീഴുന്നവരുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ചെന്ന് കുഴിയിൽ വീഴുന്നത്. ഒരലസത. സൈന്യം മുഴുവൻ, യോവാവും സൈന്യവും മുഴുവൻ യുദ്ധത്തിന് പോയി കിടക്കുകയാണ്. അവിടെ പട ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ദാവീദ് നല്ല സുഖമായി പട്ടുവത്തയിൽ. ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ദൈവജനം വേലയ്ക്കിറങ്ങുമ്പോൾ എനിക്ക് ഇറങ്ങണമെന്നുള്ള ദാഹം വരണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ സുഖമായിട്ട് എൻ്റെ കാര്യം നോക്കി ഞാൻ അവിടെ ഇരുന്നു, പോരാ കർത്താവേ, ഇല്ലേ ഇനി അഥവാ പോകാൻ പറ്റിയില്ല. ഉള്ളിൽ ദാഹം, ഉള്ളിൽ കർത്താവേ, അയ്യോ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾ നാട്ടിലൂടെ നടക്കുന്നു, ദൈവമക്കൾ ഭവന സന്ദർശനം നടത്തുന്നു, ദൈവമക്കൾ മറ്റുള്ളവരെ വിളിക്കുന്നു. കർത്താവേ, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, സാഹചര്യം ഇല്ലല്ലോ. ഉള്ളു കിടന്ന് കരയുന്നു, ഉള്ളിൽ ദാഹം. സ്തോത്രം. ദാവീദ് പക്ഷേ അത് വന്നില്ല. വീട്ടിൽ കിടന്ന് ഭംഗിയായിട്ട് ഉറങ്ങി. എപ്പോഴ്? ഉറങ്ങണ്ടാത്ത സമയത്ത് കിടന്നുറങ്ങി. യുദ്ധത്തോടെ കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നു. മാത്രമല്ല, ഇനി അതിനുശേഷം ചിലരൊക്കെ കഴിഞ്ഞിട്ട് ശേഷം അവിടെ ഒന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. ഡിസിഷനായിരുന്നു. ഞാൻ ദൈവസന്നിധിയിലുള്ള ഡിസിഷനാ ദാവീദിൻ്റെ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. വൈകുന്നേരമായപ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ദൈവത്തോട് യാചിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഉലാവാൻ പോയപ്പോഴാണ് ദൈവം നോട്ടം. ആ തക്ക സമയത്താണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം വീക്കായിരിക്കുമ്പോഴായിരിക്കും പിശാച് കൊണ്ടുപോയി ഓരോ സാധനങ്ങൾ തരുന്നത്. വീക്കായിരിക്കുമ്പോഴായിരിക്കും ചില ആവശ്യമില്ലാത്ത ചിന്ത വരുന്നത്. വീക്കായിരിക്കുമ്പോഴായിരിക്കും ഒരു മത്സര ചിന്ത വരുന്നത്. വീക്കായിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആത്മാവിൽ വീക്കായിരിക്കുമ്പോഴൊരു ചോദ്യം വരുന്നത്. അതങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെയാണോ ചോദ്യം വരുന്നത്. അപ്പോൾ ഓർത്തോളണം, എവിടെയോ ഞാൻ വീക്കാണ്, ദുഷ്ടനായ പിശാച് പ്രവർത്തിച്ച് തുടങ്ങി, എന്നെ തകർക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ സെൻസിറ്റീവായിരിക്കണം. സ്തോത്രം. ദാവീദ് ഉലാവണ പാവമാണോ? ഉറങ്ങണ പാവമാണോ? അല്ലല്ലോ. ഉലാവണ പാവമാണോ? അല്ലല്ലോ. ഇനി നോക്കണ പാവമാണോ? നോക്കി, കണ്ടു, നോക്കി ഇങ്ങനെ പോകുമ്പോൾ കാണാം. പക്ഷേ പിന്നെ പർപ്പസ്ഫുള്ളി വീണ്ടും നോക്കി, അതിൽ വീണ്ടും രസിച്ചു. അപ്പോഴത്തേക്കും പിശാച് ഒരു മട്ട് കീഴടക്കി. പിന്നെ യാന്ത്രികമായിരുന്നു മുഴുവൻ നടന്നത്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിശാച് നമ്മുടെ കൺട്രോൾ ഏറ്റെടുക്കും. ഓർത്തോളണം. ഒരു കോപം അങ്ങ് വന്ന് കുറച്ച് കഴിയുമ്പോൾ നോക്കിയോ, വിറഞ്ഞു കോപിക്കുക. എന്താണെന്നറിയോ? ആ വിറഞ്ഞു കോപിക്കുന്നത് എന്താണെന്നറിയാമോ? പിശാച് കൺട്രോൾ ഏറ്റെടുക്കുക. സ്തോത്രം. അതുവരെ പോകരുത്. അഥവാ ഒരു കാര്യം വന്നു, അയ്യോ ഞാനങ്ങനെ വിറഞ്ഞു കോപിക്കേണ്ടവനല്ല, പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ചോസൻ ജനറേഷനാണ്, ഞാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ്. ആ സമയത്തെങ്കിലും തിരിഞ്ഞെങ്കിൽ പിശാച് തോറ്റോണ്ടേനെ. പിന്നെ പിശാച് ഒരു മായാ ലോകത്തിലേക്ക് പെടുത്തി കൊണ്ടുവന്നു. എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു. വ്യഭിചാരം നടന്നു കഴിഞ്ഞപ്പോൾ പിശാച് വേണ്ട ഇത് ഒളിപ്പിക്കണം. എന്ത് ചെയ്യണം? ഓ പാവം, അവിടെ ഊരിയാവ് പാവം യോവാബിനോട് ചേർന്ന് യുദ്ധം ചെയ്യുന്ന വല്ല വിശ്വസ്തനായ ഭടൻ, അവനെ എങ്ങനെ തട്ടാം? പോയ പോക്കുണ്ടോ? തനിക്ക് വേണ്ടി വിശ്വസ്തനായി നിന്നവനെ എങ്ങനെ തട്ടാൻ നോക്കുന്നത്? മോനെ, നിന്നെ സഹായിച്ചവനെ നീ എതിരായിട്ട് നിന്നു പോകും. നിന്നെ ഒരിക്കൽ സഹായിച്ചവനെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനെ എതിരായിട്ട് നീ ചിന്തിച്ചു പോകും. എന്താണെന്നറിയാമോ? അവിടെ പിശാചിൻ്റെ പ്രവർത്തനമാണത്. നമ്മൾ സെൻസ് ചെയ്തോളണം. ഇങ്ങനെയുള്ള ചില ഇൻറ്റ്യൂഷൻസ് കിട്ടുമ്പോൾ, ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ നാം ചിന്തിച്ചോളണം, എവിടെയോ എനിക്ക് തകരാറുണ്ട്, എവിടെയോ ഞാൻ പോകുന്ന പോക്ക് ശരിയല്ല, കർത്താവേ എവിടെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ, എന്നെ സഹായിച്ചവൻ, എനിക്ക് കൈത്താങ്ങൽ തന്നവൻ, അവനെതിരായിട്ടുള്ള ചിന്തകൾ.
വരുന്നു. ഏത്? വിശ്വസ്തനായ ആ ഊരിയാവിനെതിരായി ചിന്തിക്കുന്നു. അവനെ ആള് വിളിച്ചു വരുത്തുന്നു. പാവം, അവൻ വിശ്വസ്തയോടെ യുദ്ധം ചെയ്യുക. യുദ്ധത്തിന് പോയവനെ പോലും മുടക്കുന്നു. മനസ്സിലായോ? പോകണ പോക്ക് കണ്ടില്ലേ? യുദ്ധത്തിന് ഉത്സാഹത്തോടെ പോയവന്റെ ഉത്സാഹം കെടുത്താൻ നോക്കുന്നു. മോനെ, നിന്റെ ചില ആത്മീയ പിന്മാറ്റം മറ്റുള്ളവരെ ഉത്സാഹം കെടുത്തുന്നതാണോ? ചിന്തിച്ചോളണം. നീ എത്രയും പെട്ടെന്ന് തിരിഞ്ഞു വന്നോളണം. ഊരിയാവിനെ മദ്യപിക്കാൻ നോക്കി. പറഞ്ഞു, എടാ നീ നിന്റെ ഭാര്യയുടെ അടുത്തല്ലേ? ഊരിയാവ് പറഞ്ഞു, നോ 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 നോ, ഞാൻ വ്രതം എടുത്തിട്ടാ, ഞാൻ യുദ്ധത്തിന് വ്രതം എടുത്താ. തൊട്ടടുത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഭാര്യനെ ഒന്ന് കാണാൻ പോയില്ലേ? പോയില്ല. ഊരിയ ഒരു സാധാരണ പഠനമുള്ള സമർപ്പണത്തിൽ നിന്ന് പോലും അഭിഷിക്തൻ താഴെ പോയി. അഭിഷിക്തരായ ദൈവജനമേ, അഭിഷിക്തനും വീഴാൻ സാധ്യതയുണ്ട്. അഭിഷിക്തന്റെ ചിന്താഗതിയും തെറ്റാകാൻ സാധ്യതയുണ്ട്. ദൈവാത്മാവ് തരുന്ന ഒരു ആലോചനയാണ് ഞാൻ സഭയോട് അറിയിച്ചത്. ഞാൻ എന്നോടും കൂടി ആലോചന പറയുകയാണ്. സ്തോത്രം. ഞാൻ അഭിഷേകം എനിക്ക് കിട്ടിയവനാണ്. ഞാൻ കർത്താവിൻ്റെ മധുര ഗായകനാണ്. ഞാൻ വീണ വായിക്കുമ്പോൾ, കിന്നരം വായിക്കുമ്പോൾ, ഞാൻ വായിച്ചപ്പോൾ ശൗലിൽ നിന്നും ദുരാത്മാവ് ഇറങ്ങിപ്പോകുന്നവനാണ്. ഞാൻ ഗോലിയാത്തിനെ കൊന്നവനാണ്. ഞാൻ സിംഹത്തെയും കരടിയും കീറിയവനാണെന്നൊക്കെ നീ പഴയ ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. അഭിഷേകമെന്നും പുത്തനാണ്. സ്തോത്രം. പഴയ ചരിത്രമൊന്നുമില്ല. കർത്താവിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. സ്തോത്രം. ദൈവത്തിന് ഇന്നെന്ത്, നീ ഇന്നെന്ത്, നീ പഴയ ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ദാവീദിന് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ദാവീദ് ഇപ്പോൾ സ്വന്തം സൈന്യത്തിലുള്ള ഭടന്റെക്കാളും താഴെയാണ്. ആ താഴെ ആത്മീയ നിലവാരം താണുപോയി. ഭടനെ കൊണ്ടുവന്നു, മദ്യപിച്ചു, നടന്നില്ല. പിന്നെയും കുരുട്ടുബുദ്ധി. എവിടെ കിടന്നു ഈ കുരുട്ടുബുദ്ധി മുഴുവൻ? ഈ അഭിഷിക്തന്റെ തലയിൽ എവിടെ കിടന്നു ഈ കുരുട്ടുബുദ്ധി? ഇപ്പം അഭിഷേകം അങ്ങ് മാറിപ്പോയി. പിശാച് കയറി വ്യാപരിച്ചു. പിന്നെ മുഴുവൻ കുരുട്ടുബുദ്ധി ആയിരിക്കും. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കില്ല, മുഴുവൻ കുരുട്ടായിരിക്കും. ദാവീദ് ആലോചിക്കുകയാണ്, എങ്ങനെ ഇവനെ തട്ടണം. വിശ്വസ്തനായവനെ തട്ടാൻ അത്ര അങ്ങ് പോയി. യോവാബിൻ്റെ കയ്യിൽ ഒരു എഴുത്തെഴുതി. പാവം ഊരിയാവ് വിചാരിക്കുന്നത്, ദാവീദ് വിളിച്ചു, എടാ എന്നൊരു ലെറ്റർ. ദാവീദ് പ്രൊമോഷൻ, ഒരു ദൈവദാസനകത്ത് പറഞ്ഞു പ്രൊമോഷൻ ലെറ്ററാണെന്ന് ഊരിയാവ് വിചാരിക്കണേ. ഊരിയാവ് വിചാരിക്കുക, എനിക്ക് പ്രൊമോഷൻ ലെറ്റർ രാജാവ് തന്നു, ഞാനത് യോവാബിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ക്യാപ്റ്റനാക്കി എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന പാവ ഊരിയാവ് വിചാരിച്ചത്. പക്ഷേ അവൻ്റെ മരണ ലെറ്ററായിരുന്നു അത്. പ്രിയപ്പെട്ടു, അത്രത്തോളം ദാവീദ് അത് പതിച്ചു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവനെ മുൻനിരയിൽ നിർത്തി, പടമുറുകെ നിർത്തി തട്ടിക്കളഞ്ഞാരെ തട്ടി. പക്ഷേ നാഥാൻ പ്രവാചകൻ വന്നു. ദാവീദ് വിളിച്ചിരുത്തി. നല്ല മിടുക്കനായി അല്ലേ? പാപം ജീവിതത്തിൽ വന്നാലും മിടുക്ക് കാണിക്കാം, നല്ല ചിരിക്കാം, സന്തോഷം, സ്വോത്രം പറയാം, ഹല്ലേലൂയ പറയാം, വേണ്ടി വന്നാൽ അന്യഭാഷയും പറയാം. അതെങ്ങനെയാ സാറേ? ഈ ആത്മാവിൽ അന്ധകാരം ഇരിക്കുമ്പോൾ അന്യഭാഷ വരുമോ? വരാം. അതാണ് പോഷ്കിൻ്റെ അന്യഭാഷ. അത് വരരുത്. വിശുദ്ധി ഇല്ലാത്തയിടത്ത് നിങ്ങൾ ഓർത്തോളണം. അന്യഭാഷ വരം ഇങ്ങ് കിട്ടും, ചിലപ്പോൾ കട്ടായി പോകണമെന്നില്ല. ഫോഷ്കിലേക്ക് ചേഞ്ചായി പോവത്. കർത്താവിന് സ്തോത്രം. അന്യഭാഷ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാവിൽ ക്ലിയറാന്ന് വിചാരിക്കരുത്. ആത്മീയത്തിൻ്റെ ലക്ഷണം അന്യഭാഷ പറയുന്നതല്ല, ജനെ പോലെ പ്രസംഗം പറയുന്നതല്ല. ആത്മീയത്തിൻ്റെ ലക്ഷണം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കാനുള്ള ദാഹം, തിരുത്താൻ തരുമ്പോൾ എളിമപ്പെടുന്ന പ്രകൃതം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. നാഥാൻ പ്രവാചകൻ വന്നു, പറഞ്ഞു. ദാവീദ് നല്ല സീറ്റൊക്കെ കൊടുത്തു, പ്രവാചകനെ എതിരേറ്റു, ഇരുത്തി. പ്രവാചകൻ ഒരു കഥയൊക്കെ പറഞ്ഞു ഇല്ലേ? അത് ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ദാവീദിൻ്റെ ധാർമ്മിക രോഷം ഉണർന്നു. അപ്പോൾ പ്രവാചകൻ അങ്ങ് വിരൽ ചൂണ്ടി. നാഥാൻ പ്രവാചകൻ വിരൽ ചൂണ്ടി. ഞാൻ സഭയോട് പറയാം, വിരൽ ചൂണ്ടുന്ന നാഥാൻ പ്രവാചകനെ പോലെ കരുത്തുള്ളവർ നമ്മുടെ സഭയിൽ എഴുന്നേൽക്കണം. സോപ്പടിയിൽ പ്രവാചകന്മാർ വരരുത്. ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സോപ്പ് നോ. അവർ നശിച്ചു പോവും. ശക്തമായി പറയണം. ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവർ രക്ഷപ്പെടും. സ്തോത്രം. ദൈവനാമത്തിൽ എന്തിനു പേടിക്കണം പ്രിയരെ? എന്തിനു ഭയപ്പെടണം? നമ്മുടെ ആത്മാവിൽ നമുക്ക് ശരിയായ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ആരോടും നമുക്ക് തിരുത്തി കൊടുക്കാം. നമ്മൾ തിരുത്താൻ തയ്യാറാകണം. ഞാൻ തിരുത്തിയല്ല, നിങ്ങൾ മാത്രം തിരുത്തണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി. കർത്താവ് പല സാഹചര്യങ്ങളിലൂടെയാണ് ചിലപ്പോൾ തിരുത്തുന്നത്. കോഴി കൂകിയാൽ പത്രോസിനെ തിരുത്താൻ പറ്റും. കഴുതയെ കാലി ഞെക്കി കഴിഞ്ഞാൽ പ്രവാചകനെ തിരുത്താൻ പറ്റും. ദൈവത്തിനറിയാം. ഉരിയാടെ കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കും. അതുകൊണ്ട് ഇന്നവരിലൂടെ എന്നെ തിരുത്താൻ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ എഴുതി വെക്കരുത്. ഇന്നയാൾ മാത്രം എന്നെ തിരുത്തിയാൽ മതി. നോ. എൻ്റെ കർത്താവേ, ഒരു കുഞ്ഞെഴുന്നേറ്റ് നിന്നാലും എന്നെ തിരുത്താൻ ഇടയാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. നാഥാൻ പ്രവാചകൻ വിരൽ ചൂണ്ടി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ആരെവിടെ വാളെവിടെ എന്ന് ദാവീദ് പറഞ്ഞില്ല. ദാവീദ് പറയാമായിരുന്നു. പ്രവാചകനെ തട്ടിയപ്പോൾ ദാവീദിന് എന്നെ പറ്റാൻ ഒന്നും പറ്റാനില്ല. പക്ഷേ ദാവീദ് എഴുന്നേറ്റു, മേലേക്ക് അങ്ങ് വീണു. ഓ, ആ ഒരു മനസ്സ് അല്ലേ! കസേരയിൽ നിന്ന് എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു. ദാവീദിൻ്റെ അനുകരണീയമായ ഒരു സ്വഭാവമായിരുന്നു എന്താ? പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. നിലമ്പാട് വീണ്ടോ, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. പ്രവാചകൻ്റെ നാവിലൂടെ വന്നത്, യഹോവ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത വാക്യതാ, യഹോവ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പണ്ട് പോലും ചെയ്തു കൂട്ടിയ ചില പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാത്തത്? ഈ മനോഭാവം വന്നിട്ടില്ല. ഇപ്പോഴും ചില ന്യായങ്ങൾ നിൽക്കുന്നു. ന്യായങ്ങൾ, ഞാൻ ഇന്നത് ചെയ്തതിന് ഇന്ന കാരണം, ഞാൻ പഴം പറിച്ച് തിന്നാൻ കാരണം ആദാം പറയുകയാണ്, ഞാൻ പഴം പറിച്ച് തിന്നാൻ കാരണം നീ തന്ന സ്ത്രീ. ഞാൻ ആ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ കർത്താവെ നീ എന്നെ മാത്രം സൃഷ്ടിച്ചെങ്കിൽ ഞാൻ ഈ പഴം പറിച്ച് തിന്നുകയില്ലായിരുന്നു. വിരൽ ചൂണ്ടുന്ന അനുഭവം. ഞാൻ മാത്രമായിരുന്നെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിക്കൊണ്ടേനെ. പോയി. അല്ലല്ലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുറ്റം കാണണം, മറ്റുള്ളവരുടെ കുറ്റം കാണരുത്. അതാണ് യഥാർത്ഥ ആത്മീയ കാഴ്ചപ്പാട്. എൻ്റെ കുറ്റം കാണുന്നു, മറ്റുള്ളവരുടെ നന്മ കാണുന്നു. എൻ്റെ തെറ്റ് കാണുന്നു, മറ്റുള്ളവരുടെ നന്മ കാണുന്നു. ദാവീദ് പറഞ്ഞു, ഓ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നെടുമ്പാട് വീണു. ദൈവം പാപം ക്ഷമിച്ചു കൊടുത്തു. പിൽക്കാലത്ത് ദാവീദ് എഴുതി, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, 1 വർഷത്തോളം ദാവീദ് പാപം ചെയ്തിട്ട് മിണ്ടിയില്ല. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ എൻ്റെ മജ്ജ വറ്റിപ്പോയി. അങ്ങനെ കഴിയുക ആത്മീയ ജീവിതത്തിൽ. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ മരവിപ്പോ, ഒരു ഉത്സാഹമില്ലായ്മയായിട്ട് കഴിയുന്നവരുണ്ടോ? ചില പാപങ്ങൾ ഏറ്റുപറയണം, ദൈവത്തോട് ഏറ്റുപറയണം. മോനെ, നിൻ്റെ ഭാര്യ അറിയാതെ പറ്റിയ ഏതെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം. ഭാര്യ അറിഞ്ഞില്ല, മറന്നുപോയി, അറിഞ്ഞില്ല, പക്ഷെ ദൈവത്തോട് പറയണം. ദൈവത്തോട് ഏറ്റുപറയാത്തത് ഒന്നും കാണരുത്. കർത്താവിനെ സ്തോത്രം.